ശബരിമലയിൽ ബാക്കി എന്തെങ്കിലും സ്വർണം ബാക്കിയുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത മാസം 9 മാറ്റി. അച്യുതൻ വിവരങ്ങൾ വെച്ചിരുന്നു. അച്യുതൻ വെള്ളിയാഴ്ചയിലേക്ക് മാറ്റാൻ പങ്കജ് ഭണ്ഡാരി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അച്യുതൻ, അതിനപ്പുറം ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷകളൊക്കെ പരിഗണിക്കുമ്പോൾ കടുത്ത ചില പരാമർശങ്ങൾ സുപ്രീം കോടതി നടത്താറുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് അവിടെ സ്വർണ്ണം എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന ചോദ്യം. അച്യുതൻ, ഹാഷ്മി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ച ഓരോ ഘട്ടത്തിലും കോടതിയുടെ ഭാഗത്തു നിന്ന് സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നും നിലവിലെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ്. ഇനി എന്തെങ്കിലും സ്വർണം ശബരിമലയിൽ ബാക്കിയുണ്ടോ അല്ലെങ്കിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് കോടതി ഒരു പരാമർശം നടത്തിയത്. എന്നാൽ പങ്കജ് ഭണ്ഡാരിയുടെ ഈ അപ്പീലിൽ നിന്ന് വാദമൊന്നും നടന്നില്ല. കാര്യം അദ്ദേഹം ഒരു അസൗകര്യം പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ എന്ന് കോടതിയെ അറിയിച്ചു. വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി ആ ഒരു ആവശ്യം അംഗീകരിച്ചില്ല. മറിച്ച് മാർച്ച് 9 പരിഗണിക്കാനായാണ് മാറ്റിയിരിക്കുന്നത്. അതായത് ഈ ഹോളി അവധി കഴിഞ്ഞ ശേഷമായിരിക്കും ഈ അപ്പീൽ ഇനി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ഈ കേസിൽ പ്രതിയാക്കിയതിനെതിരെയും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി നൽകിയത്. അപ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ അത് ഈ കേസിലേറെ നിർണായകമാണ്. കാരണം ഇതിനു മുൻപും കോടതി ചോദിച്ചത് ഈ ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിക്കപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പരാമർശിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ പലരുടെയും ഈ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കടുത്ത വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അവരുടെ ജാമ്യാപേക്ഷകൾ തള്ളുകയുമാണ് ഉണ്ടായത്. അതിൽ എസ് ജയശ്രീക്ക് മാത്രമായിരുന്നു ഒരു ആശ്വാസം എന്ന രീതിയിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇന്നിപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ പരിഗണിക്കുമ്പോഴും കോടതി ചോദിക്കുന്നത് ബാക്കി എന്തെങ്കിലും സ്വർണം ശബരിമലയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.